പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന ഉപാധികൾ പുനഃപരിശോധിക്കുന്നതായി ഇറാൻ. അമേരിക്കയുടെ 15 ഉപാധികൾ തള്ളിയ ഇറാൻ 5 ഉപാധികൾ തിരികെ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിരുന്നെങ്കിലും ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇക്കാര്യം പറഞ്ഞത്. ഫലത്തിൽ മേഖലയിൽ യുദ്ധം അവസാനിച്ചേക്കുമെന്ന പ്രതീക്ഷകൾ നാമ്പിട്ടു. അതേസമയം അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് നിലവിൽ താൽപര്യമില്ലെന്ന് അറിയിച്ചു. എങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന ഇറാന്റെ നിലപാട് നയതന്ത്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. അമേരിക്കയുടെ ഉപാധികൾ ഇറാൻ പുനഃപരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന സൂചനയാണ് അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. തുടക്കത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികൂലമായ പ്രതികരണമാണ് ഉണ്ടായതെങ്കിലും സമാധാന ഉടമ്പടിയുടെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ഈ നീക്കം ഏറെ നിർണായകമാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച 15 ഉപാധികളിൽ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ഇറാൻ നിലപാട് മയപ്പെടുത്തിയത്. അതേസമയം യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നും സമാധാന ചർച്ച നടക്കുന്നുവെന്ന് സമ്മതിക്കാൻ ഇറാൻ നേതാക്കൾക്ക് ഭയമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന് യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ട്. അവർ അതിനുള്ള ചർച്ചകൾ നടത്തുകയാണ്. ഒരു കരാർ ഉണ്ടാക്കാൻ അവർ വളരെ ആഗ്രഹിക്കുന്നു. പക്ഷേ സ്വന്തം ജനതയാൽ കൊല്ലപ്പെടുമെന്ന് കരുതുന്നതിനാൽ അത് തുറന്നു പറയാനും അമേരിക്കൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെടുമെന്നും ഇറാൻ നേതാക്കൾ ഭയപ്പെടുകയാണെന്ന് ട്രംപ് പറഞ്ഞു. നിലവിലെ യാഥാർത്ഥ്യം ഇറാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് മുൻപൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്ര കഠിനമായ ആഘാതം നേരിടേണ്ടി വരുമെന്നാണ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റും പ്രതികരിച്ചത്. അതേസമയം അമേരിക്കൻ വാദങ്ങൾ ഇറാൻ തള്ളിയിരുന്നു. സ്വയം പ്രതിരോധിക്കുന്നത് തുടരുമെന്നും ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരുന്നു. നിലവിൽ പ്രതിരോധത്തിന്റെ തുടർച്ചയാണ് ഞങ്ങളുടെ നയമെന്നാണ് അരാക്ചി സ്റ്റേറ്റ് ടിവിയിൽ പ്രതികരിച്ചത്. അമേരിക്ക ഇപ്പോൾ ചർച്ചകളെ കുറിച്ച് സംസാരിക്കുന്നത് പരാജയം സമ്മതിക്കലാണ്. ഇറാൻ മുന്നോട്ട് വെച്ച 5 നിബന്ധനകൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് വിദേശകാര്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുടെ F-18 പോർ വിമാനത്തെ ആക്രമിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക F-18 യുദ്ധവിമാനം തങ്ങൾ വിജയകരമായി ലക്ഷ്യം വെച്ചതായും വെടിവെച്ചിട്ടതായും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ വെടിനിർത്തൽ ഉപാധികൾ ഇറാൻ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാൻ 5 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത്. ഹോർമൂസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം. വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പ് നൽകണം. യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം. ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്നത് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.